വടകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെന്റ് സെബാസ്റ്റ്യനോസിന്റെ 96ാമത് തിരുനാൾ മഹോത്സവം സമാപിച്ചു. ജനുവരി 19 കൊടിയേറി ജനുവരി 24 സമാപിച്ച തിരുനാൾ മഹോത്സവത്തിന് നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു. വെള്ളിയാഴ്ചത്തെ തിരുകർമ്മങ്ങൾക്ക് പയ്യോളി തിരുഹൃദയ ദേവാലയം വികാരി റവറൻ ഫാദർ പ്ലാസിഡ് നേതൃത്വം നൽകി. ജനുവരി 25ഉം 26ഉമാണ് പ്രധാന തിരുനാൾ ദിവസങ്ങൾ. ജനുവരി 25 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ജപമാലയോടെ തിരുകർമ്മങ്ങൾ ആരംഭിച്ചു. തുടർന്ന് ആഘോഷമായ ദിവ്യബലിയും നൊവേനയും നഗരം ചുറ്റിയുള്ള വർണ്ണാഭമായ പ്രദക്ഷിണവും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. അന്നത്തെ തിരുകർമ്മങ്ങൾക്ക് പെരുവയൽ സെന്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിലെ വികാരി റവറൻ ഫാദർ സനൻ ലോറൻസ് നേതൃത്വം നൽകി. ജനുവരി 26 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ജപമാലയോടെ തിരുകർമ്മങ്ങൾ ആരംഭിച്ചു. തുടർന്ന് ആഘോഷമായ ദിവ്യബലിയും നൊവേനയും പ്രദക്ഷിണവും തുടർന്ന് സ്നേഹവിരുന്നും നടന്നു. വടകര നാടിന് പതിറ്റാണ്ടുകളായി ആശ്വാസമായി മാറിയ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിന്റെ തിരുനാൾ ദിനങ്ങളിലെ തിരുകർമ്മങ്ങളിൽ മുൻവർഷത്തേക്കാൾ കൂടുതലായി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ദിവസങ്ങളിൽ പുണ്യാളന്റെ മധ്യസ്ഥ സഹായം തേടാനും ആഘോഷങ്ങളിൽ ഒത്തുചേർന്ന് സന്തോഷിക്കുവാനുമായി വടകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലേക്ക് കടന്നുവന്ന് തിരുനാൾ ദിനങ്ങൾ ഏറ്റവും ഭംഗിയാക്കി തന്ന അയൽ ഇടവകകളിൽ നിന്ന് വന്ന ഭക്തജനങ്ങൾക്കും വടകര ടൗണിലെ എല്ലാം നല്ലവരായ നാട്ടുകാർക്കും നന്ദി പറയുന്നതായി ഇടവക വികാരി ഫാദർ വിമൽ ഫ്രാൻസിസ് വെളിയത്ത് പറമ്പിൽ അറിയിച്ചു. തിരുനാൾ ദിനങ്ങളെ ഏറ്റവും ഭംഗിയാക്കാനായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥ സഹായം ഞങ്ങൾക്ക് എന്നും എപ്പോഴും തന്നിരണമേ. ഞങ്ങളെ എന്നും എപ്പോഴും അനുഗ്രഹിക്കണമേ. പകർച്ചവ്യാധിയിൽ നിന്നും രോഗങ്ങളിൽ നിന്നുമൊക്കെ കാത്തുപരിപാലിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് തിരുനാൾ ഭംഗിയാക്കി തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇടയിൽ നിന്നും ഇഹലോകവാസം വെടിഞ്ഞുപോയി നമ്മുടെ പ്രിയപ്പെട്ടവരെ അനുസ്മരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ദിവ്യബലി അർപ്പിക്കപ്പെട്ടു. തുടർന്ന് സമാപനം കുറിച്ചുകൊണ്ട് ഇടവക വികാരി തിരുനാൾ കൊടിയിറക്കൽ ചടങ്ങും നടത്തപ്പെട്ടു.